പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിന് എന്തിനും ഒരു വിശേഷണം വേണമെന്നുള്ളതുകൊണ്ടാണ് മുഖ്യപ്രഭാഷണം എന്ന് വെച്ചത്. എനിക്ക് സന്തോഷമുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കൈരളി അതിൻ്റെ ഒരു ദൗത്യം ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി, ഈ ഒരു അവാർഡ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷം വലിയ സമ്പത്തുണ്ടാക്കുന്ന, വലിയ വിജയം കൊയ്യുന്ന കർഷകരെ അല്ല, മണ്ണിനോട് ചേർന്ന് നിന്ന് പ്രതിബദ്ധതയുള്ള കർഷകരെയാണ് കൈരളി ആദരിക്കുന്നത്. ഇപ്പോൾ തന്നെ 2 അവാർഡുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ അവാർഡുകളുടെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന, ഈ വേദിയിലിരിക്കുന്നവരെല്ലാം ഏറെക്കുറെ കർഷകരാണ്, 1-2 പേരൊഴിച്ച്. അതെ, CK കരുണാകരൻ അഡ്വക്കേറ്റ് ഇതുവരെ എന്തെങ്കിലും കൃഷി ചെയ്തതായിട്ട് എനിക്കറിയില്ല. അതെ, ബാക്കിയുള്ളവരൊക്കെ കർഷകരാണ്. മോനായി സാറും കൃഷി ചെയ്തതായിട്ട് എനിക്കൊരു അറിവില്ല. ബാക്കി എല്ലാവരും കർഷകരാണ്. സലിം കുമാർ ആണെങ്കിൽ ഒരുപാട് കൃഷികൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടും പുതിയൊരു കൃഷിയുമായിട്ട് ഇപ്പം മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹം എന്നോട് ചെവി പറഞ്ഞ് മമ്മൂക്ക ചെയ്യുന്ന വിഡ്ഢിത്തമാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചു. നീച്ച കിട്ടുന്നേക്കാളും പൈസ ഞാൻ കൂൺ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതെ, ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, മിണ്ടിയ വേറെ ആരെങ്കിലും കൂൺ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്നുള്ള ഒരാശങ്കയുണ്ടായി. മാത്രമല്ല, മമ്മൂക്കയാണെങ്കിൽ ഒരുപാടുപ്പെട്ട എല്ലാ കൃഷിയും ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുരുമുളക് കണ്ടപ്പോൾ എന്നോട് മമ്മൂക്ക പറഞ്ഞു ഞാനും കുരുമുളക് ഉണ്ടാക്കുന്നുണ്ട്. ഏലം കണ്ടപ്പോൾ പറഞ്ഞു ഞാനും ഏലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂൺ കൃഷിയിലേക്ക് മമ്മൂക്ക വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിവരം സലീം കുമാർ ബോധപൂർവം ഇവിടെ നിങ്ങൾക്ക് നിഷേധിച്ചു. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, സലീം കുമാറിൻ്റെ ഭാര്യ കൂടിയുണ്ട്. ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 നേരം നമ്മൾ ഓർക്കേണ്ട കർഷകനെ സ്മരിക്കാൻ വേണ്ടിയാണ്. വല്ലപ്പോഴും കാണുന്ന ഡോക്ടറെ മമ്മൂക്ക പറഞ്ഞ പോലെ നമ്മൾ ആദരിക്കും. പക്ഷേ ഒരു ദിവസം 4 നേരം നമ്മൾ ഓർക്കേണ്ട കർഷകനെ പലപ്പോഴും വിസ്മരിക്കും. പ്രസാദ് സാറേ, ഞാനൊരു കർഷകനാണ്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പലപ്പോഴും ചെറുപ്പകാലത്ത് ചെറിയ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് പോക്കറ്റ് മണി സമ്പാദിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. വന്യമൃഗങ്ങൾ കയറി ഒരാൾക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിലൊക്കെ ഒരുപാട് നിവേദനം നമ്മൾ സമർപ്പിക്കുമ്പോഴും വനം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇതാണ് അവരുടെ ഫോക്കസ്. പ്രസാദ് സാറെ, ഞാൻ പറയാൻ പോവുകയാണത്. എൻ്റെ ഒരു അഭിപ്രായം താങ്കളുടെ മുമ്പിൽ പറയാം. ഈ പന്നിയൊക്കെ കൊന്ന് മനുഷ്യന് തിന്നാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. അതല്ലാതെ ഇതിനെ കൊന്ന് കുഴിച്ചു മൂടണം, പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. മാത്രമല്ല, എതിർപ്പില്ല. ഇനി കേന്ദ്രം സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യണമെന്ന്, അത് ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ സമ്മതിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, കൃഷിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ധീരമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തണം. മറ്റൊരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായം, ഇത് പറയുന്നത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ. ഇപ്പം ഇസ്രയേലിലൊക്കെ മമ്മൂക്ക പറയാറുണ്ട്, പൊടിമണലിലാണ് കൃഷി, മണ്ണ് വേണ്ട കൃഷിക്ക്, ആകാശത്തേക്ക് കൃഷി ഒരുക്കുകയാണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു കാലത്തേക്ക് ലോകം പ്രവേശിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പരമ്പരാഗത കൃഷി രീതികളിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പാരമ്പര്യത്തെ ചേർത്ത് നിർത്തുമ്പോൾ പോലും നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. എൻ്റെ നാട്ടിൽ തളിപ്പറമ്പിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം പറഞ്ഞു 180 രൂപ ഒരു നാളികേരത്തിന് കിട്ടും, ഉറപ്പിച്ച് പറയുകയാണ്. ഒരു കൊപ്ര കച്ചവടക്കാരൻ്റെ മകനായിരുന്നു. വെറുതെ പോകുന്ന ഈ പറയുന്ന തേങ്ങാ വെള്ളം സംഭരിച്ച് ആദ്യം വിനെഗർ ഉണ്ടാക്കി
പരാജയപ്പെട്ടു. സലിംകുമാറിന് സംഭവിച്ച പോലെ. സലിംകുമാർ പണ്ട് പശുവും വളർത്തിയിരുന്നില്ലേ? പശു ഉണ്ടോ ഇപ്പോൾ? ഉണ്ട്. ഓക്കെ, അതൊന്നും മിണ്ടുന്നില്ല ഇവിടെ കേട്ടോ. ഓക്കെ, വിനാഗിരി ഉണ്ടാക്കിയത് പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോയി. ഇന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന നാറ്റാഡി കൊക്കോ എന്നുള്ളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. അതായത് റബ്ബർ ഷീറ്റ് പോലെ ഒരു കൾച്ചർ, ബാക്ടീരിയ കൾച്ചറുമായി ചേർത്ത് ഈ പറഞ്ഞ തേങ്ങാവെള്ളത്തിൽ നിന്ന് ഒരു റബ്ബർ ഷീറ്റ് പോലെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് പീസായിട്ട് കട്ട് ചെയ്ത് ഐസ്ക്രീമിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ ഇവിടുത്തെ ശരത്തും ചന്ദ്രശേഖറും രാജേന്ദ്രനൊക്കെ ഒരുപക്ഷെ ആ അബ്ദുള്ളയെ അവാർഡിന് പരിഗണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എം ഡിക്ക് എന്തോ താല്പര്യമുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ജൂറി അംഗത്തെ സ്വാധീനിച്ചിട്ട് അയാൾക്ക് അവാർഡ് കൊടുത്തുമില്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ഇന്നൊവേഷൻ പലരും ഈ രംഗത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ കൃഷിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കണം. ഇന്നൊവേഷൻ്റെ പാതയിലേക്ക് നമ്മൾ പോകണം. ലോകത്ത് നടക്കുന്ന പല പരീക്ഷണങ്ങളും നമ്മുടെ ഭൂമികയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പം സഖാവ് വിജയരാമൻ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ തിരക്കിനിടയിൽ മൂപ്പർ എന്തെല്ലാം ഗവേഷണം നടത്തി വച്ചിരിക്കുന്നു. ഉറുമ്പിനെ കുറിച്ചൊക്കെയാണ് ഗവേഷണം നടത്തി വന്നേക്കുന്നത്. ഉറുമ്പില്ലെങ്കിൽ നമ്മുടെ ജീവിതം അസാധ്യമാണ്. എനിക്ക് അത്ഭുതമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ ഒരു കൃഷിവേദി ഓരോ ആളുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടി സഹായകരമായി എന്നുള്ള കാര്യമാണ്. കൃഷി എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ നിലനിൽപ്പാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ അവാർഡിന് നമ്മുടെ ജോസ് കാടാപ്പുറവും മകൻ ക്രിസ്റ്റിയും വന്നിട്ടുണ്ട്. അവർ ന്യൂയോർക്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷേ കൃഷിയോടുള്ള മമത കാരണം അവർ ഒരു ദിവസം കൂടി നിന്നിട്ട് അവർ ഈ പരിപാടിയിൽ സംബന്ധിച്ച് പോകുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ കൂടുതലൊന്നും പറയാനില്ല. പച്ച മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സലിംകുമാർ പറഞ്ഞ പോലെ ജയ് കിസാൻ ജയ് ജവാൻ എന്ന് വിളിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ജയ് കിസാനിലേക്കെങ്കിലും നമ്മൾ തിരിച്ചു വരണം. ആ ഒരു മടങ്ങി വരവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ അവാർഡാണ് ഈ പറയുന്ന ഖദർ അവാർഡ്. ഈ അവാർഡിൻ്റെ ഭാഗമായി ജേതാക്കളാകുന്നവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.